ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷനാണ്. നമ്മൾ സർഫസ് ടെൻഷനെ പറ്റി പറയുന്ന കേസിൽ നമ്മളെപ്പോഴും നമ്മൾ +2 മുതൽ പഠിച്ചൊരു കാര്യമുണ്ട്. അതായത് ഒരു ഫ്ലൂയിഡ് മോളിക്യൂൾ അതിനെ സ്പെരിക്കൽ ഷേപ്പ് അക്വയർ ചെയ്യാൻ നോക്കും. അതായത് അതിന് ഏറ്റവും മിനിമൈസ് ചെയ്യണം അതിൻ്റെ വോളിയം. അങ്ങനെയാണെന്ന് പറഞ്ഞ സമയത്താണ് അതിന് മാക്സിമം സർഫസ് ടെൻഷൻ ഉണ്ടാവുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ അന്ന് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു കുളത്തിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഒരു വെള്ളം സർഫസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലത്തെ സർഫസ്, അതായത് ഏറ്റവും ടോപ്പ് സർഫസ്, അതിൻ്റെ മുകളിൽ കൂടെ ചില പ്രാണികളൊക്കെ ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാം. അതായത് താഴ്ന്നു പോയാൽ തന്നെ മുകളിൽ കൂടെ നടക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഇമ്പാക്റ്റ് മാത്രമേ ആ സർഫസിൽ ഉണ്ടാവും. അതായത് ഒരു പ്രാണി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ആ കാല് വെക്കുന്ന സ്ഥലത്ത് മാത്രം ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടാവും. ബാക്കി ഏരിയയൊക്കെ നേരെ തന്നെ ഉണ്ടാവും. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം? അതും സർഫസ് ടെൻഷനാണ്. അതായത് നമ്മുടെ സർഫസ്, ഫ്ലൂയിഡ് സർഫസ് അല്ലെങ്കിൽ ലിക്വിഡ് സർഫസ് ഫ്ലെക്സിബിൾ ഇലാസ്റ്റിക് സർഫസ് പോലെ, അതായത് ഒരു ഇലാസ്റ്റിക് റബ്ബർ സർഫസിൽ നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ഇംപ്രഷൻ അല്ലേ, ആ ഇംപ്രഷൻ മാത്രം അതേ ഒരു ഫീലാണ് നമ്മുടെ സർഫസിൽ ഉണ്ടാകുന്നത്. ഈ ഒരു ബിഹേവിയറിന് കാരണം സർഫസ് ടെൻഷൻ തന്നെയാണ്. അപ്പം സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്, അതായത് ഒരു ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ നമ്മളിപ്പോൾ ഏതൊരു സർഫസ് എടുക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ വോളിയം എടുക്കുകയാണെങ്കിൽ ഈ വോളിയം ഒരു സ്പെരിക്കലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നു. അതായത് ഇതിൻ്റെ സർഫസ് ടെൻഷൻ കാരണം ഇതൊരു സ്പെരിക്കൽ ഷേപ്പിലേക്ക്, അതായത് സർഫസിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു സ്പെരിക്കൽ ഷേപ്പ് എടുക്കാം. ആ സ്പെരിക്കൽ ഷേപ്പിന് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു ഈ ഒരു ഏരിയ, ഈ ഒരു പീസ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, അതായത് ഒരു സ്പെരിക്കൽ ബോളാണ് ഇരിക്കുക. ബോളെന്ന് വെച്ചാൽ ലിക്വിഡ് ബോളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ലിക്വിഡിൻ്റെ അകത്ത് ഒരു സർഫസിൻ്റെ അകത്തുള്ള ഒരു പീസ് നമ്മളിങ്ങോട്ട് മാറ്റി. അപ്പം ഈ ഒരു പീസിൻ്റെ മുകളിൽ, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമുക്ക് സർഫസ് ടെൻഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് നമുക്കിപ്പം ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും 2 സൈഡ് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യാണ്. ഇതൊരു ടെൻസൈൽ ഫോഴ്സ് F1 ആണ് ശരിക്കും. അപ്പം ഇതും F1. ഓക്കെ, ഇത് F2, ഇത് F2. അതായത് നമ്മളൊരു സ്പെരിക്കൽ ഷേപ്പിലുള്ള ലിക്വിഡ് എടുത്തു, എന്നിട്ട് അതിൻ്റെ അകത്തുനിന്നൊരു എലമെൻറ്റ്, ഏറ്റവും സർഫസിലുള്ള ഒരു എലമെൻറ്റ് അതിങ്ങോട്ട് കൺസിഡർ ചെയ്തു. അതായത് നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തു. അപ്പം ഈ ഒരു സർഫസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതായത് ഇതൊരു സർഫസാണ്, അതിൻ്റെ ഇതൊരു ലൈനാണ്. ആ ലൈനിന്, അതായത് L1 എന്ന് പറഞ്ഞൊരു ലെങ്ത്ത്, ഇതും L1, അതായത് സെയിം ലെങ്ത് ആണല്ലോ L1. ഇത് L2, ഇത് L2, അതായത് ഈ ലെങ്ത് L2, ഈ ലെങ്ത് L1. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഫോഴ്സ് പെർ F1 പെർ ആ ലെങ്ത്ത്, ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലെങ്ത്ത്, അത് F2 പെർ L2, അതായത് F1 എന്ന് പറഞ്ഞ ഫോഴ്സ് L1 എന്ന് പറഞ്ഞ ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്നതും F2 എന്ന് പറഞ്ഞ ഫോഴ്സ് L2 എന്ന് പറഞ്ഞ ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്നതും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻ്റ് പേരാണ് സർഫസ് ടെൻഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ വാല്യൂ, കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതായത് നമ്മളിപ്പോൾ ടെൻഷൻ എന്ന് പഠിക്കുകയാണെങ്കിൽ, ടെൻഷൻ നമ്മൾ സ്ട്രെസ്സിൻ്റെ കേസൊക്കെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെസ് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് എന്നൊക്കെ പഠിച്ചത്. പക്ഷേ ടെൻസൈൽ സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ ആണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? ഫോഴ്സ് പെർ ഏരിയ ആണ് പഠിക്കുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞാൽ ഫോഴ്സ് പെർ F/L, സർഫസ് ടെൻഷൻ. ആ കാര്യം നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഇതിൻ്റെ യൂണിറ്റും ഡയമെൻഷനും കാര്യങ്ങളും എപ്പോഴും ചോദിക്കുന്നതാണ്. സർഫസ് ടെൻഷൻ്റെ കേസ് വരുമ്പോൾ ഫോഴ്സ് പെർ ലെങ്ത് ആണ് വരുന്നത്. പിന്നെ ഡിഫൈൻ ചെയ്തത് സർഫസ് ടെൻഷൻ ഓൾവേസ് ആക്ട് ടാൻജൻറ്റ് ടു ദ സർഫസ്. അതായത് നമ്മളിപ്പോൾ ഈ സർഫസ് എടുക്കാൻ വിചാരിക്കാം. ഈ സർഫസിൽ ഈ പോയിൻ്റിലെ സർഫസ് ടെൻഷൻ നോക്കുന്ന സമയത്ത് ഈ സർഫസിന് ടാൻജൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു ലൈൻ ഉണ്ടാവുമല്ലോ, അതായത് നമ്മളിപ്പോൾ ഈ ലൈൻ എടുത്തില്ലേ, ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ടാൻജൻറ്റ് ടു ദ സർഫസ്. അതായത് ഈ ഫോഴ്സ്, അതായത് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സർഫസിന് ടാൻജൻ്റ് ആയിരിക്കും. പിന്നെ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ.
വിച്ച് ഈസ് ആക്ടിങ്. അതായത് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് നമ്മളിപ്പം സ്ട്രെസ് എടുക്കുന്ന സമയത്ത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതായത് ആ ഏരിയ പറഞ്ഞാൽ നോർമൽ ഏരിയ. നമ്മളിപ്പം സ്ട്രെസ്സിൻ്റെ കേസ് എടുക്കാൻ വെച്ചാൽ ഇതൊരു ഏരിയ കൺസിഡർ ചെയ്യാം. ഈ ഏരിയനകത്തേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ ആ സിഗ്മ ഫോഴ്സ് പെർ ഏരിയ, ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സെയിം ഇവിടെ ആ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ലെങ്ത് ആയിരിക്കും. ആ ഫോഴ്സിൻ്റെ ഇതൊരു എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് ആണെങ്കിൽ ഈ ഫോഴ്സിൻ്റെ ലെങ്ത് ആയിരിക്കും, പെർപെൻഡിക്കുലർ ലെങ്ത് ആണ്, ഇത് ലെങ്ത് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ടാൻജൻറ്റ് ടു സർഫസ്, ആ സർഫസിന് എപ്പോഴും ടാൻജൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പെരിക്കൽ ഷേപ്പിലേക്ക്, അതായത് നമ്മളിപ്പം മഴത്തുള്ളിലേക്ക് വരുന്ന കേസിൽ മഴത്തുള്ളിലേക്ക് ഈ ഒരു ഷേപ്പ് അക്യൂർ ചെയ്യാൻ കാരണം ടെൻഷനും സർഫസ് ടെൻഷൻ മാക്സിമം അക്യൂർ ചെയ്ത സമയത്താണ് അത് സ്പെരിക്കൽ ഷേപ്പിലേക്ക് കമ്പൈൻ ചെയ്യാൻ നോക്കുന്നത്. അതായത് സർഫസിൽ എപ്പോഴും ടെൻഷൻ കൂടുതലായിരിക്കും, താഴോട്ട് വരുന്നതനുസരിച്ച് സർഫസ് ടെൻഷൻ കുറവായിരിക്കും. അപ്പം അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് ഈ സർക്കുലർ ഷേപ്പ് അതെങ്ങനെയാണ് അക്യൂർ ചെയ്യുന്നത് നോക്കാം. നമുക്ക് മഴത്തുള്ളിൻ്റെ കേസൊക്കെ പറഞ്ഞു. അപ്പം മഴത്തുള്ളി താഴോട്ട് വരുന്നതിന് സർക്കുലർ ഷേപ്പ് അക്യൂർ ചെയ്യുന്നത് സർഫസ് ടെൻഷൻ കാരണമാണ് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ഒരു ബീക്കറിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് എന്തെങ്കിലും ലിക്വിഡ് കൺസിഡർ ചെയ്യാം. ഓക്കെ, പർട്ടിക്കുലർ എമൗണ്ട് ലിക്വിഡ് കൺസിഡർ ചെയ്യാണ്. അപ്പം ഇതതിൻ്റെ സർഫസാണ്, ലിക്വിഡിൻ്റെ സർഫസ് ഉണ്ട്. ഇത്രയും എമൗണ്ട് ലിക്വിഡാണ്. ഓക്കെ, ഒരു വെസലിൻ്റെ അകത്ത് ഇത്രയും എമൗണ്ട് ലിക്വിഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യും. അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് താഴെ, അതായത് ടോപ്പ് സർഫസിൽ നിന്ന് പർട്ടിക്കുലർ ഡിസ്റ്റൻസ് താഴെയായിട്ട് പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ ഫോഴ്സും, അതായത് പ്രഷർ ആണെങ്കിലും എന്ത് ഫോഴ്സ് ആണെങ്കിലും സർഫസ് ടെൻഷൻ ആണെങ്കിലും ആക്ട് ചെയ്യുന്ന എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആയിരിക്കും. അതായത് ഇതിൻ്റെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഇത്രയൊരു ഹൈറ്റ് താഴെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും കറക്റ്റായിട്ട്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൻ്റെ അകത്ത് എങ്ങനെയാണ് വരുന്നത്, റോ ജി എച്ച് എന്ന് പറഞ്ഞ പ്രഷർ ഗ്രേഡിയൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ അകത്താണ്. അപ്പം അത് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ടോപ്പ് സർഫസിലാണ്. അപ്പോൾ ടോപ്പ് സർഫസിൽ കൺസിഡർ ചെയ്യുമ്പം ഇവിടെ നമുക്കറിയാം എയർ ആയിരിക്കും, ഇത് ലിക്വിഡാണ് അല്ലേ. അപ്പം ഈ ഒരു സർഫസിൽ പോയിന്റ് കൺസിഡർ ചെയ്യുന്നത് എയറിൻ്റെ അകത്ത് ഉണ്ടാകുന്നൊരു ഇവിടെ ഇതൊരു ഫ്ലൂയിഡും ഇത് വേറൊരു ഫ്ലൂയിഡും, എയർ ഒരു ഫ്ലൂയിഡ് നമുക്കറിയാം. അപ്പം ഇത് രണ്ടെണ്ണം തമ്മിൽ ഉണ്ടാകുന്നൊരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ഹസീവ് ഫോഴ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്ഹസീവ് ഫോഴ്സ് ആയിരിക്കും. അതായത് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണ്, അതായത് എയർ മോളിക്യൂൾസ് ആയിരിക്കും, ഇവിടെ ലിക്വിഡ് മോളിക്യൂൾസ്. നേരെ മറിച്ച് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ലിക്വിഡ്സിൻ്റെ അതിൽ കോസീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, അതായത് ലിക്വിഡ്സിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സാധനം, അതായത് ഇൻസൈഡ് ദ ലിക്വിഡ്സ് ആണെങ്കിൽ കോസീവ് ഫോഴ്സ് ആയിരിക്കും. ടോപ്പ് സർഫസിൽ രണ്ട് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് പറഞ്ഞാൽ ഇത്രയാണെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും ഇൻസൈഡ് ദ ലിക്വിഡ് ഉണ്ടാകുന്ന ഫോഴ്സ്. നമുക്കറിയാം ലിക്വിഡ് മോളിക്യൂൾസ് തമ്മിൽ കുറേ അടുത്തിട്ടാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്നൊരു ഫോഴ്സ്, അതായത് ഇൻ ബിറ്റ്വീൻ അറ്റാച്ച്മെൻറ്റ് ബോൺസും കാര്യങ്ങളൊക്കെ അടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്നൊരു ഫോഴ്സ് കോസീവ് ഫോഴ്സ് കൂടുതലായിരിക്കും ലിക്വിഡ്സിൻ്റെ അകത്ത്. നേരെ മറിച്ച് എയറിനകത്ത് കുറവായിരിക്കും. അതായത് ടോപ്പ് സർഫസിൽ വരുമ്പോൾ രണ്ട് മോളിക്യൂൾസ്, ഡിഫറെൻറ്റ് മോളിക്യൂൾസ് വരും, എയർ മോളിക്യൂൾസ് വരും, ലിക്വിഡ് മോളിക്യൂൾസും വരും. അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ഹസീവ് ഫോഴ്സ് ആയിരിക്കും. നേരെ മറിച്ച് ഇൻസൈഡ് ദ ലിക്വിഡ്സ് ആണെങ്കിൽ അവിടെ കോസീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പം അതെല്ലാ ഭാഗത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കും. ഇവിടെ അൺഈവൻ ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഈ ഒരു പോയിന്റ് പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാകുന്ന ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആയിട്ട് 0 ആയിരിക്കും നെറ്റ് ഫോഴ്സ്. പക്ഷേ ഇവിടെ പറഞ്ഞാൽ എഫ് നെറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും, താഴോട്ടായിരിക്കും. അതാണ് ഞാനിപ്പോൾ ഇത്രയും നേരം കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രയാണുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ്. ഓക്കെ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മളിപ്പം ഇവിടെ ഇങ്ങനെ പഠിച്ചു. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു സർഫസ് സഞ്ചരിക്കാം. ഒരു പർട്ടിക്കുലർ സർഫസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു വാട്ടർ മോളിക്യൂൾ, എന്തെങ്കിലും ഒരു മോളിക്യൂൾസ്, ലിക്വിഡ് മോളിക്യൂൾസ് അല്ലെ ലിക്വിഡ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ലിക്വിഡ് ഇവിടെ നിൽക്കുകയാണെന്നിരിക്കും. ഓക്കെ, ഈ സോളിഡ് സർഫസും, ഇത് സോളിഡ് സർഫസ് ആണല്ലോ, സോളിഡ് സർഫസും ലിക്വിഡും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ, ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ആംഗിൾ ഇങ്ങനെ പഠിച്ചു. ഇനിയിപ്പം ഇതിനകത്ത് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. സോളിഡ് സർഫസും ലിക്വിഡ് സർഫസും തമ്മിലുണ്ടാകുന്ന ആംഗിൾ മെഷേർഡ് ഇൻസൈഡ് ദ ലിക്വിഡ്. അതായത് ലിക്വിഡിൻ്റെ അകത്താണ് ആംഗിൾ മെഷർ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഈ ആംഗിൾ എടുക്കരുത്, ഈ ആംഗിൾ അല്ല, ഇൻസൈഡ് ദ ലിക്വിഡ്സ്. അത്രയും കാര്യം ആലോചിച്ചാൽ മതി. ഇനിയിപ്പോൾ രണ്ട് കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വാട്ടറിൻ്റെ കേസിലും മെർക്കുറിൻ്റെ കേസിലും. അതാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും
ഡിഫറെൻ്റ് ആയിട്ട് രണ്ട് കണ്ടീഷൻ, വാട്ടറും മെർക്കുറി എടുത്തു. നമുക്കറിയാം വാട്ടറും മെർക്കുറിയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വിസ്കോസിറ്റിയും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പം വാട്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു സർഫസിൽ വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആംഗിൾ എപ്പോഴും ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും, തീറ്റ. അതായത് തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി. നേരെ മറിച്ച് മെർക്കുറി എടുക്കുകയാണെങ്കിൽ മെർക്കുറി ഇങ്ങനെയാണ് ഉണ്ടാവുക, അത് സ്പെറിക്കൽ ഷേപ്പ് അക്വയർ ചെയ്യും. അപ്പം ഇൻസൈഡ് ദ ലിക്വിഡ് നമ്മൾ മെഷർ ചെയ്യണം ആംഗിൾ. ഇൻസൈഡ് ദ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഓക്കെ, ഈ ആംഗിൾ എടുക്കാൻ പാടില്ല. ഇവിടെ ഇൻസൈഡ് ദ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആംഗിൾ, ഈ ആംഗിൾ എടുക്കാൻ പാടില്ല. ഓക്കെ, ഇതാണ് തീറ്റ. ഓക്കെ, ഇത് തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. നേരെ മറിച്ചൊരു ബീക്കറിൽ എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും അതിൻ്റെ ആംഗിൾ? വാട്ടർ അല്ലേ, വാട്ടർ ആകുമ്പോൾ ഇൻവാർഡ് മെൻസ്കസ് എന്ന് പറയും. അതായത് കേവ് സർഫസ് ആക്കി ഉണ്ടാവുക. ഇത് സർഫസും ഇത് ലിക്വിഡ് സർഫസും. അപ്പം ഈ ആംഗിളായിരിക്കും തീറ്റ. ഞാൻ പറഞ്ഞു സോളിഡ് സർഫസും ലിക്വിഡ് സർഫസും മേക്ക് ചെയ്യുന്ന ഇൻ ബിറ്റ്വീൻ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. എവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇൻ ലിക്വിഡ്സ് ആയിരിക്കും. ഇവിടെ വരുന്ന സമയത്ത് കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ആംഗിൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഇൻസൈഡ് ദ ലിക്വിഡ് മെഷർ ചെയ്യണം. സോളിഡ് സർഫസിലും ഇത് സോളിഡ് സർഫസും ഇത് ലിക്വിഡുമാണ്. ഇത്രയും കാര്യം ശ്രദ്ധിക്കാനുള്ളൂ. അതായത് ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അത് വെറ്റബിലിറ്റി, അതായത് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഇവിടെ ഫ്ലോയിങ് ടെൻഡൻസി കൂടുതലായിരിക്കും. ഇവിടെ ഒരു സ്പെരിക്കൽ ഷേപ്പാണുള്ള ടെൻഡൻസി. ഓക്കെ, angle of contact എന്ന് പറഞ്ഞാൽ the angle made between solid surface and liquid surface, it always measures inside the liquid. ഓക്കെ, അപ്പം രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് 90 ഡിഗ്രി, ലെസ് ദാൻ 90 ഡിഗ്രി, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. അപ്പം ലെസ് ദാൻ 90 ഡിഗ്രി വരുന്നത് വാട്ടറിൻ്റെ കേസ്, അങ്ങനത്തെ കുറച്ച് വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡ്സിൻ്റെ കേസാണ് ലെസ് ദാൻ 90 ഡിഗ്രി വരുന്നത്. പിന്നെ അത് ഫ്ലോയിങ് ടെൻഡൻസി കൂടുതലായിരിക്കും. പിന്നെ മെർക്കുറി ആണ് ഗ്രേറ്റർ ദാൻ 90 വരുന്നൊരു ലിക്വിഡ്. അപ്പം അതിനകത്ത് സ്പെരിക്കൽ ഷേപ്പ് ആവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഇനി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പ് ചേഞ്ചിനുള്ള കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മളിപ്പം ഈ ഒരു ബീക്കറിനകത്ത് തന്നെ വെള്ളം എടുക്കാം. അപ്പം സർഫസ് എടുക്കുന്ന സമയത്ത് ഇതിനകത്തും മെയിൻലി നമുക്കറിയാം, ഞാൻ പറഞ്ഞ അഡ്ഹസീവ് ഫോഴ്സും കോസീവ് ഫോഴ്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇത് ലിക്വിഡാണ്, ലിക്വിഡ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് എടുത്തിട്ട് ഇത് സോളിഡ് സർഫസ് അല്ലേ, സോളിഡ് സർഫസ്. ഇവിടെ എയർ ഉണ്ട്, ഇത് ലിക്വിഡ്, ഇത് സോളിഡ്. അപ്പം ഇവിടെ ഒരു ഫോഴ്സ്, ഈ ഒരു പർട്ടിക്കുലർ എൻഡ് എടുക്കുക. അതായത് ഇത് മൂന്നെണ്ണം ജോയിൻ ചെയ്യുന്നത്, അതായത് സോളിഡ് സർഫസും ലിക്വിഡ് സർഫസും എയറും ജോയിൻ ചെയ്യുന്നൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇൻസൈഡ് ദ ലിക്വിഡ് ഒരു ഫോഴ്സ് ഉണ്ടാവും, FL. അതായത് ലിക്വിഡ് തമ്മിലുള്ള കോസി ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഒരു ഫോഴ്സ്. ഇവിടെ F ഗ്യാസ്, അതായത് ഈ എയർ മോളിക്യൂളും ലിക്വിഡ് മോളിക്യൂൾസും തമ്മിലുള്ള അഡ്ഹസീവ് ഫോഴ്സ്. ഓക്കെ, അതൊരു. പിന്നെ ഇവിടെ ഉണ്ടാകുന്നത് FS, അതായത് സോളിഡ് മോളിക്യൂൾസും ലിക്വിഡ് മോളിക്യൂൾസും തമ്മിലുള്ള അഡ്ഹസീവ് ഫോഴ്സ്. ഇവിടെ എന്തൊക്കെ ഫോഴ്സാണ് കാണിച്ചു ചെയ്തത്? FL കോഹസീവ് ഫോഴ്സ് ബിറ്റ്വീൻ കോസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ലിക്വിഡ്. FS adhesive force between liquid and solid. ഈ FG എന്ന് പറഞ്ഞാൽ adhesive force between liquid and gas.
ഓക്കെ, അപ്പം ഇത്രയും 3 ഫോഴ്സ് ഉണ്ട്. അതിൽ ഈ ഫോഴ്സ് എഫ് ജി എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിളാണ്, ഓൾമോസ്റ്റ് ഈക്വൽ ടു 0. അതായത് നമ്മൾ ഈ 2 ഫോഴ്സും കൺസിഡർ ചെയ്യുന്ന നമുക്ക് നെഗ്ലിജിബിൾ ആയിരിക്കും. ഇതിൽ എഫ് എൽ ഗ്രേറ്റർ ദാൻ എഫ് എസ് ആണെങ്കിൽ, അതായത് ലിക്വിഡ് കോസി ഫോഴ്സ് ബിറ്റ്വീൻ ലിക്വിഡ്സ് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ആംഗിൾ എപ്പോഴും തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ സർഫസ് ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഓക്കെ, മനസ്സിലായി? അതായത് സോളിഡ് സർഫസിൻ്റെ അകത്തേക്കുള്ള ഫോഴ്സ് കുറവും ലിക്വിഡിൻ്റെ അകത്തേക്കുള്ള കോസി ഫോഴ്സ് കൂടുതലാകുന്ന സമയത്ത് അത് ഇൻവേർഡ് കർവേച്ചറായി മാറും. അപ്പം ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി നമുക്ക് ആംഗിൾ കിട്ടും, ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. ഓക്കെ, ഇനിയിപ്പം നേരെ മറിച്ച് എഫ് എൽ ലെസ് ദാൻ എഫ് എസ് ആണെങ്കിൽ തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, ലെസ് ദാൻ 90 ഡിഗ്രി, നേരെ ഓപ്പോസിറ്റ് വരും. അപ്പോൾ നമ്മുടെ ലിക്വിഡ് സർഫസ് ഇങ്ങനെ കർവ് ചെയ്യും. ഓക്കെ, അതാണ് 2 ഡിഫറെൻറ്റ് 2 ടൈപ്പ് കിട്ടാൻ കാരണം. മനസ്സിലായല്ലോ? അപ്പം ഈ കേസ് വരുമ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രി ആകുമ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ എഫ് എസ് ഗ്രേറ്റർ ദാൻ എഫ് എൽ ആയിരിക്കും. ഇവിടെ എഫ് എൽ ഗ്രേറ്റർ ദാൻ എഫ് എസ്. അതായത് ലിക്വിഡ് ഇൻ ബിറ്റ്വീൻ ലിക്വിഡ്സ് ഉണ്ടാകുന്ന കോസി ഫോഴ്സ് കൂടുതലാകുന്ന സമയത്ത് കർവേച്ചർ അല്ലെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി വരും. ഇവിടെ എഫ് എസ് ഗ്രേറ്റർ ദാൻ എഫ് എൽ ആകുന്ന സമയത്ത്, അതായത് സോളിഡ് സർഫസും ലിക്വിഡ് മോളിക്യൂൾസ് തമ്മിലുള്ള അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലായി വരുന്ന സമയത്താണ് ഇത് ലെസ് ദാൻ 90 ഡിഗ്രി വരുന്നത്, വാട്ടറിൻ്റെ കേസിൽ വരുന്നത്. ഇങ്ങനെയാണ് 2 ഡിഫറെൻറ്റ് കേസ് ഉണ്ടാകാൻ കാരണം. ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്ത്, അത് എത്ര ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളല്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ ആലോചിച്ച് വെക്കേണ്ട കാര്യം, നമ്മുടെ സർഫസ് ടെൻഷൻ്റെ ഇക്വേഷൻ, സർഫസ് ടെൻഷൻ സിഗ്മ ഈക്വൽ ടു എഫ് ബൈ എൽ, ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അത് ഏതൊരു പോയിന്റ് എടുക്കുകയാണെങ്കിലും, ലിക്വിഡ് സർഫസിൽ ഏതൊരു പോയിന്റ് എടുക്കുകയാണെങ്കിലും ആ ഒരു ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനകത്ത് പിന്നെ 2 കാര്യം എന്ന് പറഞ്ഞാൽ, അത് ടാൻജൻറ്റ് ടു ദ സർഫസ് ആയിരിക്കും, പെർപെൻഡിക്കുലർ ടു ദ ലൈൻ. ലൈൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ ഒരു ഫോഴ്സ് എഫ്, ഇത് L1, ഇത് F1, F1 L1, ഇത് F2 ആണെങ്കിൽ F2 L2, F2 L2. നമ്മൾ സിഗ്മ ആർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് F1 L1 F2 L2, ഇതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത്രയും കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാൽ മതി. ഒരു സർഫസ് ടെൻഷൻ കോൺസ്റ്റൻ്റ് ആണല്ലോ. ഏതൊരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ലൈൻ എടുക്കണം, പർട്ടിക്കുലർ പോയിന്റ് അല്ല, വെർട്ടിക്കൽ ലൈൻ എടുക്കുക. ആ ലൈനിൻ്റെ അകത്ത് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതും ആ ഫോഴ്സ് ടാൻജൻറ്റ് ടു ദ സർഫസ് ആണെങ്കിൽ ആ ഫോഴ്സിൻ്റെ വാല്യൂ, ഫോഴ്സ് പെർ ലെങ്ത്തിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് നമുക്കറിയാം, ഫോഴ്സ് ന്യൂട്ടൺ പെർ മീറ്റർ. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ വരും, ഓർ ജൂൾ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഡയമെൻഷൻ പറയുന്നത് m(t)-2. ഓക്കെ, ഇത് 2 അഡീഷണൽ ഇൻഫർമേഷനാണ് ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്ററും അല്ലെങ്കിൽ ജൂൾ പെർ മീറ്റർ സ്ക്വയറും. അപ്പോൾ 2 സെയിം SI യൂണിറ്റ് തന്നെയാണ്, പക്ഷേ അത് ഇതിനെ വർക്ക് ഡണ്ടെ കേസിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് ജൂൾ പെർ മീറ്റർ സ്ക്വയർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെന്ന് പറയാനുള്ളത്. ഇനിയിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. നമുക്കിപ്പം അതിൻ്റെ അകത്ത് സോപ്പ് ബബിളിൻ്റെ കേസ് വരുന്നുണ്ട്, ഒരു വാട്ടർ ജെറ്റോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുകൂടി കഴിഞ്ഞാലും ബാക്കി അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാണ്ട്